Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 87-year-old കേരള വുമൺ. 87 വയസ്സ് പ്രായമുള്ള കേരളത്തിലെ ഒരു സ്ത്രീ സ്ലിപ്സ് ഇൻ ടു. സ്ലിപ്പ് എന്നാൽ വഴുതുക എന്നുള്ള അർത്ഥമാണ്. വഴുതി വീഴുക. സ്ലിപ്സ് ഇൻ ടു വഴുതി വീഴുന്നു. വെൽ കിണറിലേക്ക്. വെൽ എന്നാൽ ഇവിടെ കിണർ എന്നുള്ള അർത്ഥമാണ്. അറ്റ് നൈറ്റ് രാത്രിയിൽ. കേരളത്തിൽ നിന്നുള്ള ഒരു 87 വയസ്സ് പ്രായമുള്ള സ്ത്രീ കിണറ്റിലേക്ക് തെന്നി വീഴുന്നു രാത്രിയിൽ. ക്ലിങ്സ് ഓൺ ടു. ക്ലിങ് എന്നാൽ അള്ളിപ്പിടിക്കുക, ചേർന്ന് നിൽക്കുക, മുറുകെ പിടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ക്ലിങ്സ് ഓൺ ടു പൈപ്പ്. പൈപ്പിൽ പിടിച്ചു നിൽക്കുന്നു, പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ഫോർ ഡിയർ ലൈഫ്. ഡിയർ എന്നാൽ ഇവിടെ വിലയേറിയ എന്നുള്ള അർത്ഥമാണ്. വിലപ്പെട്ട ജീവന് വേണ്ടിയിട്ട് ആ സ്ത്രീ പൈപ്പിൽ പിടിച്ചു നിൽക്കുന്നു. ഇത്തരത്തിൽ ഈ സ്ത്രീയെ കാണപ്പെട്ടു. ഇതാണ് തലക്കെട്ട്. ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. പത്തനംതിട്ട ജില്ലയിലാണ് സംഭവം. ഇനി ഡ്രാമാറ്റിക് റെസ്ക്യൂ ഓപ്പറേഷൻ. ഡ്രാമാറ്റിക് എന്നാൽ നാടകീയമായ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഒരു രക്ഷിക്കൽ ദൗത്യം, രക്ഷാദൗത്യം. an 87-year-old woman. ഒരു 87 വയസ്സ് പ്രായമുള്ള സ്ത്രീ was saved. an 87-year-old woman was saved. ഒരു 87 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ രക്ഷപ്പെടുത്തി. ആഫ്റ്റർ അതിനുശേഷം ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു എ വെൽ. ആ സ്ത്രീ തെന്നി വഴുതി കിണറ്റിലേക്ക് വീണു. ഫെൽ എന്നാൽ വീണു. ഇൻ ടു എ വെൽ ഒരു കിണറ്റിലേക്ക് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി. വീണതിന് ശേഷം രക്ഷപ്പെടുത്തി. നിയർ അടൂർ ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. പത്തനംതിട്ട ജില്ലയിലെ ഈ അടൂർ എന്നു പേരുള്ള ഈ സ്ഥലത്തിനടുത്താണ് സംഭവം. ഏർലി ഓൺ വെൻസ്ഡേ. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ദി ഇൻസിഡൻറ്റ്. ഈ സംഭവം ഒക്കേർഡ്. ഈ സംഭവം സംഭവിച്ചത് അറ്റ് താട്ട ഇൻ മമ്മൂട്. ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചത്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ശാന്ത വലപ്പറമ്പിൽ വെഞ്ചോർഡ് ഔട്ട് ഓഫ് ഹെർ ഹൗസ് അറൗണ്ട് മിഡ് നൈറ്റ്. ഏകദേശം അർദ്ധരാത്രിയിൽ ഈ സ്ത്രീ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് ഈ സംഭവം സംഭവിച്ചത്. ദ ഫാമിലി മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾ അവോക്ക് ടു ഫൈൻഡ് ദ ഡോർ ഓപ്പൺ ആൻഡ് ശാന്ത മിസ്സിങ്. കുടുംബാംഗങ്ങൾ ഇത് കണ്ട് എഴുന്നേറ്റു. അവർ ഈ വാതിൽ തുറന്ന രീതിയിൽ കാണുന്നു. അതുപോലെ ഈ ശാന്തയെ, സ്ത്രീയെ കാണാനുമില്ല. അപ്പോൾ കുടുംബാംഗങ്ങൾ എഴുന്നേറ്റു. ദയർ സെർച്ച്. അവരുടെ തിരച്ചിൽ ലെഡ് നയിച്ചു. അവരെ നയിച്ചു. ടു ദ വെൽ കിണറിലേക്ക്. അവരുടെ തിരച്ചിൽ അവരെ കിണറ്റിലേക്ക് നയിച്ചു. വേർ അവിടെ ആ കിണറ്റിൽ. ദേ ഫൗണ്ട് അവർ കണ്ടു. അവളെ ആ സ്ത്രീയെ. ക്ലിങ്ങിങ് അള്ളിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിൽ, തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിൽ. ക്ലിങ്ങിങ് പ്രിക്യൂരിയസ്ലി എന്നുള്ള അർത്ഥം അപകടകരമാം വിധം എന്നുള്ള അർത്ഥമാണ്. അപകടകരമായിട്ടുള്ള രീതിയിൽ ആ സ്ത്രീയെ ആ പൈപ്പിൽ പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു. ടു എ മോട്ടോർ പൈപ്പിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ ആ സ്ത്രീയെ കാണുന്നു ആ കിണറ്റിൽ. സസ്പെൻഡഡ് അബൌട്ട് 15 feet ഡീപ്പ് ഇൻ ദ 30-foot വെൽ. സസ്പെൻഡഡ് എന്നാൽ തൂക്കിയിട്ട എന്നുള്ള അർത്ഥമാണ്. ഏകദേശം 15 മീറ്റർ നീളത്തിൽ തൂക്കിയിട്ടിട്ടുള്ള ആ പൈപ്പിൽ 30 അടി ആഴമുള്ള കിണറാണ്. ആ കിണറ്റിൽ 15 അടിയിൽ നീളമുള്ള ഒരു പൈപ്പ് തൂക്കിയിട്ടിട്ടുണ്ട്. ആ പൈപ്പിൽ അപകടകരമാം വിധം തൂങ്ങിപ്പിടിച്ച നിൽക്കുന്ന രൂപത്തിൽ ആ സ്ത്രീയെ അവർ ആ കിണറ്റിൽ കണ്ടെത്തി. അക്കോർഡിംഗ് ടു ദ ഫാമിലി. കുടുംബാംഗങ്ങൾ പറയുന്നത് പ്രകാരം, അവർ പറയുന്ന വിവരമനുസരിച്ച്, ദ വുമൺ ഫെൽ ആ സ്ത്രീ വീണു. ഇൻ ടു ദ വെൽ കിണറ്റിലേക്ക്. ബിക്കോസ് കാരണം, വീഴാനുള്ള കാരണം. ദർ വാസ് നോ ഇല്ലായിരുന്നു. സേഫ്റ്റി വോൾ അറൗണ്ട് ഇറ്റ്. സേഫ്റ്റി വോൾ എന്നാൽ സംരക്ഷണ ഭിത്തി, മതിൽ. ആ കിണറ്റിന് മതിൽ ഇല്ലായിരുന്നു. ആ കിണറ്റിന് ചുറ്റും മതിൽ ഇല്ലായിരുന്നു. അതായിരുന്നു
വീഴാനുള്ള കാരണം എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. എ നെയ്ബർ, ഒരു അയൽവാസി, സൂൺ അലേർട്ടഡ്, സൂൺ പെട്ടെന്ന് അലേർട്ടഡ് അറിയിച്ചു. ദ റെസ്ക്യൂ ടീം, ഈ റെസ്ക്യൂ ടീമിനെ, രക്ഷിക്കൽ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ടീമിനെ ഒരു അയൽവാസി പെട്ടെന്ന് അറിയിച്ചു. വി റിസീവ്ഡ് എ കോൾ അറൗണ്ട് 4 AM ആൻഡ് റീച്ച്ഡ് ദ സ്പോട്ട് വിത്തിൻ 15 minutes. ഇത് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള, ഈ റെസ്ക്യൂ ടീമിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വി റിസീവ്ഡ് എ കോൾ, ഞങ്ങൾക്കൊരു കോൾ ലഭിച്ചു. അറൗണ്ട് 4 AM, ഏകദേശം രാവിലെ 4 മണിക്ക് ഞങ്ങൾക്കൊരു കോൾ ലഭിച്ചു. ആൻഡ് റീച്ച്ഡ്, ഞങ്ങൾ എത്തിച്ചേർന്നു. ദ സ്പോട്ട്, സംഭവ സ്ഥലത്തേക്ക്, സ്പോട്ട് എന്നാൽ സംഭവ സ്ഥലം, വിത്തിൻ 15 minutes, 15 മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾക്ക് ഏകദേശം രാവിലെ 4 മണിക്ക് ഒരു കോൾ ലഭിച്ചു. ദ ഫാമിലി സെഡ്, കുടുംബാംഗങ്ങൾ പറഞ്ഞു. ദേ വെൻറ്റ് ടു ബെഡ്, അവർ പോയി. ടു ബെഡ്, ഇവിടെ ദേ വെൻറ്റ് ടു ബെഡ് എന്നാൽ ഇവിടെ അർത്ഥം അവർ ഉറങ്ങാൻ പോയി എന്നുള്ള അർത്ഥമാണ്. അറൗണ്ട് 10 PM, ഏകദേശം രാത്രി 10 മണിക്ക് അവർ ഉറങ്ങാൻ പോയി. ദി ഇൻസിഡൻറ്റ് ഹാപ്പൻഡ്, ഈ സംഭവം സംഭവിച്ചത് അറൗണ്ട് മിഡ് നൈറ്റ്, ഏകദേശം അർദ്ധരാത്രിയിലാണ് ഈ സംഭവം സംഭവിച്ചത്. ആൻ ഓഫീസർ വിത്ത് ദ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സെഡ്, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. ആ കുടുംബാംഗങ്ങൾ രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോയി. ആ സമയത്ത് അർദ്ധരാത്രിയിലാണ് ഈ സംഭവം സംഭവിച്ചത്. ദ റെസ്ക്യൂസ് വർക്ക്ഡ്, അവർ ഈ രക്ഷാദൗത്യത്തിലെ അംഗങ്ങൾ വർക്ക്ഡ്, ജോലി ചെയ്തു, പ്രവർത്തിച്ചു. മെറ്റിക്കുലസ് എന്നാൽ അതിശ്രദ്ധയുള്ള എന്നുള്ള അർത്ഥം. മെറ്റിക്കുലസ്ലി, അതീവ ശ്രദ്ധയോടെ ഈ ടീം പ്രവർത്തിച്ചു. ടു ഇൻഷുർ എന്നാൽ ഉറപ്പുവരുത്തുക എന്നുള്ള അർത്ഥമാണ്. സുരക്ഷിതമാക്കുക, സംരക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ടീം വളരെ അതീവ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു. ഹു വാസ് ബ്രോട്ട് അപ്പ്, ആ സ്ത്രീയെ പറ്റി പറയാനാണ് ഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഹു വാസ് ബ്രോട്ട് അപ്പ്, ആ സ്ത്രീയെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇൻ എ നെറ്റ്, ഒരു വലയിൽ ആ സ്ത്രീയെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഹു വാസ് ബ്രോട്ട് എന്നുള്ള സ്ത്രീയെ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പ് എന്ന് വെച്ചാൽ മുകളിലേക്ക്, ഇൻ എ നെറ്റ്, ഒരു വലയിൽ. വാസ് സേഫ്, ആ സ്ത്രീ സുരക്ഷിതയായിരുന്നു, പരിക്കുകളൊന്നുമില്ലായിരുന്നു. ആഫ്റ്റർ ബീയിങ് ട്രാപ്ഡ് ഫോർ സെവറൽ അവേഴ്സ്, ആഫ്റ്റർ ബീയിങ് ട്രാപ്ഡ് എന്നാൽ അകപ്പെട്ടതിന് ശേഷം എന്നുള്ള അർത്ഥം. ഫോർ സെവറൽ അവേഴ്സ് എന്നാൽ ഒരുപാട് മണിക്കൂറുകൾ ആ സ്ത്രീ ആ കിണറ്റിൽ അകപ്പെട്ടു. അതിനുശേഷം ആ സ്ത്രീയെ സുരക്ഷിതമായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു. ഷീ മസ്റ്റ് ഹാവ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 3 to 4 hours ഇൻസൈഡ് ദ വെൽ അമിഡ് ഇൻസസെൻറ്റ് റെയിൻ. ഇൻസസെൻ്റ് എന്നാൽ ഇടവിടാതെയുള്ള എന്നുള്ള അർത്ഥം. ഇൻസസെൻ്റ് റെയിൻ എന്നാൽ ഇടവിടാത്ത മഴ. ഷീ മസ്റ്റ് ഹാവ് സ്പെൻഡ് എന്നാൽ ആ സ്ത്രീ ചിലവഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള അർത്ഥമാണ്. അറ്റ്ലീസ്റ്റ് എന്നാൽ ഏറ്റവും ചുരുങ്ങിയത്. 3 to 4 hours, 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ആ സ്ത്രീ ചിലവഴിച്ചിട്ടുണ്ടാകാം. ഇൻസൈഡ് ദ വെൽ, കിണറിനകത്ത്. അമിഡ് ഇൻസസെൻറ്റ് റെയിൻ, ആ ഇടവിടതയുള്ള മഴക്കിടയിൽ ആ സ്ത്രീ കിണറ്റിനകത്ത് 3 മുതൽ 4 മണിക്കൂർ വരെ ചിലവഴിച്ചിട്ടുണ്ടാകാം. വെൻ വി ലിഫ്റ്റഡ് അപ്പ്, വെൻ എന്നാൽ ആ സമയത്ത്. വെൻ വി ലിഫ്റ്റഡ് അപ്പ്, ഞങ്ങൾ അവളെ മുകളിലേക്ക് ഉയർത്തിയ സമയത്ത്. യൂസിങ് എ നെറ്റ്, ഒരു വല ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആ സ്ത്രീയെ മുകളിലേക്ക് ഉയർത്തിയ സമയത്ത്. ഷീ വാസ് ഏബിൾ ടു സ്റ്റാൻഡ് ഇൻ ഇറ്റ് എന്നാൽ അതിൽ ആ വലയിൽ. ഏബിൾ എന്നാൽ സാധ്യമാകുക എന്നുള്ള അർത്ഥം. ഷീ വാസ് ഏബിൾ ടു സ്റ്റാൻഡ്, ആ സ്ത്രീക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇൻ ഇറ്റ്, ആ വലയിൽ. വിത്തൗട്ട് എനി പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾ ആ സ്ത്രീക്ക് ആ വലയിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾ ആ സ്ത്രീയെ മുകളിലേക്ക് ഒരു വല ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിയ സമയത്ത്. ദി ഓഫീസർ സെഡ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. ഡിസ്പൈറ്റ് ദി ഓർഡീൽ എന്നാൽ അർത്ഥം ആപത്ത് എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും. ഡിസ്പൈറ്റ് ദ ഓർഡീൽ, ഈ ആപത്ത്, ഇങ്ങനെ ഒരു ആപത്ത്
സംഭവിച്ചിട്ട് പോലും ശാന്ത റിമെയിൻഡ് കോൺഷ്യസ്. കോൺഷ്യസ് എന്നാൽ ബോധമുള്ള എന്നുള്ള അർത്ഥമാണ്. ആ സ്ത്രീക്ക് ബോധമുണ്ടായിരുന്നു, ബോധമുള്ളവളായി തന്നെ തുടർന്നു. ആൻഡ് വാസ് ഗിവൺ, ആ സ്ത്രീക്ക് നൽകി ഇമീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. ഇമീഡിയറ്റ് എന്നാൽ പെട്ടെന്ന്, ആ സ്ത്രീക്ക് പെട്ടെന്ന് വൈദ്യ ചികിത്സ നൽകി. വാസ് ഗിവൺ എന്നാൽ നൽകപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെയുള്ള ഒരു ആപത്ത് സംഭവിച്ചിട്ട് പോലും, ആപത്തിൽ അകപ്പെട്ടിട്ട് പോലും ഈ സ്ത്രീ ശാന്ത ബോധമുള്ളവളായി തന്നെ തുടർന്നു. ട്രൂ ടു ഹെർ സ്പിരിറ്റ്, ഇതിനർത്ഥം പൂർണ്ണ ബോധത്തോടെ എന്നുള്ള അർത്ഥം. ആ സ്ത്രീ ആയിക്കൊണ്ട് തന്നെ, ആ സ്ത്രീ എങ്ങനെയാണോ സാധാരണ ആ സ്ത്രീയുടെ പെരുമാറ്റം അതുപോലെ തന്നെ, അതാണ് അർത്ഥം. ട്രൂ ടു ഹെർ സ്പിരിറ്റ്. ആസ് സൂൺ ആസ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ വെൽ. ടോപ്പ് എന്നാൽ മുകളിൽ, ടോപ്പ് ഓഫ് ദ വെൽ എന്നാൽ കിണറ്റിൻ്റെ മുകളിൽ. ആസ് സൂൺ ആസ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ വെൽ, ആ സ്ത്രീ കിണറ്റിന് മുകളിലേക്ക് എത്തിയതും ഉടനെ തന്നെ ഷീ വോക്ക്ഡ് ഇൻ ടു ഹെർ ഹൗസ്. ഷീ വോക്ക്ഡ്, ആ സ്ത്രീ നടന്നു പോയി. ഇൻ ടു ഹെർ ഹൗസ്, ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ആ സ്ത്രീ നടന്നു പോയി. ഫോർ എ ചേഞ്ച് ഓഫ് ഡ്രസ്, വസ്ത്രം മാറാൻ വേണ്ടിയിട്ട്. ആസീഫ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. ആസീഫ് നത്തിങ് ഹാഡ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന പോലെ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ആ സ്ത്രീ കിണറ്റിന് മുകളിലേക്ക് എത്തിയതും വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നടന്നു പോയി. ദി ഓഫീസർ സെഡ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഷീ ഡിഡ് നോട്ട് സഫർ എനി ഇഞ്ചുറീസ്, ആ സ്ത്രീക്ക് ഒരു പരിക്കുകളും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. ഷീ ഡിഡ് നോട്ട് സഫർ എനി ഇഞ്ചുറീസ്, ആ സ്ത്രീക്ക് ഒരു പരിക്കുകളും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. ഓൺലി ദാറ്റ് ഷീ ഫെൽറ്റ് എ ബിറ്റ് കോൾഡ് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു ആ സ്ത്രീക്ക് അല്പം തണുപ്പ് അനുഭവപ്പെട്ടു. ഇത് മാത്രമേ ആ സ്ത്രീക്ക് സംഭവിച്ചിട്ടുള്ളൂ, മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. വൈൽ ദ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീംസ് സ്വിഫ്റ്റ് ആക്ഷൻ ഏൺ പ്രൈസ് ഫ്രം ദ ലോക്കൽ റെസിഡൻസ്. വൈൽ അതേസമയം, ദ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീംസ് സ്വിഫ്റ്റ് ആക്ഷൻ, സ്വിഫ്റ്റ് എന്നാൽ പെട്ടെന്നുള്ള, സ്വിഫ്റ്റ് ആക്ഷൻ എന്നാൽ പെട്ടെന്നുള്ള പ്രവൃത്തി. ഈ പ്രവൃത്തിക്ക് റെസ്ക്യൂ സർവീസസ് ടീമിന് ലഭിച്ചു ഏൺ പ്രൈസ്. ഏൺ എന്നാൽ ലഭിച്ചു, പ്രൈസ് എന്നാൽ പ്രശംസ എന്നുള്ള അർത്ഥമാണ്. ഇവർക്ക് പ്രശംസ ലഭിച്ചു ഫ്രം ദ ലോക്കൽ റെസിഡൻസ്. ലോക്കൽ റെസിഡൻസ് എന്നാൽ പ്രദേശത്തുള്ള താമസക്കാർ, അവിടെയുള്ള താമസക്കാരിൽ നിന്നും ഇവർക്ക്, ഈ റെസ്ക്യൂ ടീമിന് പ്രശംസ ലഭിച്ചു. എ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീം ലെഡ് ബൈ സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാർ ആൻഡ് സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസുഫ് വേർ ഇൻവോൾവ്ഡ് ഇൻ ദ ഓപ്പറേഷൻ. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നയിക്കപ്പെടുന്നത് ഈ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള വിനോദ് കുമാർ, അതുപോലെ സീനിയർ റെസ്ക്യൂ ഓഫീസറായിട്ടുള്ള അജി ഖാൻ യൂസുഫ്, ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ടീം നയിക്കപ്പെട്ടത്. ഇവരും ഈ ഓപ്പറേഷൻ, ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. സജ്ജാദ്, അഭിലാഷ്, ശ്രീജിത്ത്, ഷൈൻകുമാർ, സന്തോഷ് ആൻഡ് അജയ് കുമാർ വേർ പാർട്ട് ഓഫ് ദ മിഷൻ. മിഷൻ എന്നാൽ ദൗത്യം. ഈ പറഞ്ഞിട്ടുള്ള ആളുകളും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാർട്ട് ഓഫ് എന്നാൽ ഭാഗം. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥരും.